കച്ചത്തീവിൽ കോൺഗ്രസിനെതിരെ വിമർശനം തുടരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദ്വീപ് ശ്രീലങ്കയ്ക്ക് നൽകിയത് കോൺഗ്രസ് എന്ന് നരേന്ദ്രമോദി ആവർത്തിക്കുകയാണ്. പ്രതിപക്ഷം ജനാധിപത്യത്തെ വകവയ്ക്കുന്നില്ലെന്നും രാജ്യം കത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും പൊതുവേദിയിൽ നരേന്ദ്രമോദിയുടെ വിമർശനം. പ്രധാനമന്ത്രി വാക്കുകളിലേക്ക് ആദ്യം. तमिलनाडु के पास समंदर में एक कच्चा द्वीप टापू है, द्वीप है। वो द्वीप भारत का हिस्सा था, लेकिन कांग्रेस ने उसको श्रीलंका को दे दिया। अब इस द्वीप के आसपास भी कोई भारतीय मछुआरे गलती से चला जाता है तो उसे गिरफ्तार किया लिया जाता है, जेल में बंद कर दिया जाता है। അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. അർജുൻ, കച്ചത്തീവ് വീണ്ടും പ്രധാനമന്ത്രി ആയുധമാക്കുന്നു, കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നു. ഏത് വേദിയിലായിരുന്നു ഈ പ്രതികരണം പ്രധാനമന്ത്രിയിൽ നിന്നും വീണ്ടും കേൾക്കുന്നത്? പ്രജേഷ്, ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഔദ്യോഗികമായി ആരംഭിക്കുകയായിരുന്നു ഇന്ന്. ആ ഉദ്ഘാടനം നടത്തിയതെല്ലാം പ്രധാനമന്ത്രിയായിരുന്നു. ആ പ്രചാരണത്തിൽ ആളുകളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് കച്ചദ്വീപ് വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ അരുണാചൽ പ്രദേശിൻ്റെയും ലഡാക്കിൻ്റെയും എല്ലാം കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് ആണ് BJPക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു, രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസിനെതിരെ വിമർശനം ഉയർത്തുകയാണ് മോദി. പ്രത്യേകിച്ചും കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് കൊടുത്തതിന് ശേഷം തമിഴർ മത്സ്യബന്ധനത്തിനായി കച്ചദ്വീപിന്റെ പരിസരത്തേക്ക് പോകുന്ന സമയത്ത് ശ്രീലങ്കൻ നാവികസേന അവരെ ബലമായി പിടിച്ചു കൊണ്ടുപോകുന്നു, തടവിലാകുന്നു. അതെല്ലാം കോൺഗ്രസ് കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് കൊടുത്തത് കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ നരേന്ദ്രമോദി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ DK സുരേഷിന് കർണാടകയിൽ വീണ്ടും ലോക്സഭയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റ് നൽകിയതിനെതിരെയും രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് മോദി കോൺഗ്രസിനെതിരെ ഇപ്പോൾ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.